ഹായ് ഹലോ. ഇന്ന് നാട്ടിൽ ഫാമിലി ആയിട്ടൊരു വെറുതെ ഔട്ടിങ് കേട്ടോ. ഞങ്ങൾക്ക് ബാംഗ്ലൂരിലേക്ക് പോകുമ്പോഴേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. നമ്മൾ സാധാരണ ഇരിക്കുമ്പോൾ ഇരുന്നാൽ മതി കേട്ടോ. ചിരിക്കണ്ട. താടി ഒന്ന് ഉയർത്തി. ഇത് പിന്നെ ഞങ്ങൾ അനുവിനെയും ആദീനെയും കൂടെ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി കൊണ്ടുപോയതാണ് കേട്ടോ. പാസ്പോർട്ട് സൈസ് ഫോട്ടോയ്ക്ക് വേണ്ടിയിട്ട് പോയതാണ്. ഈ റെസ്റ്റോറൻറ്റ് അറിയോ? ഇപ്പോൾ ഇൻസ്റ്റയിലൊക്കെ വൈറലായിട്ടുള്ള റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ. പുതിയതാണ്. നല്ല രസമുള്ളൊരു പേരല്ലേ, ഒരു വെറൈറ്റി. ഞങ്ങൾ മലപ്പുറംകാർ വീട് എന്നുള്ളതിന് പറയുന്ന പേരാണ് പെര. വൻ തിരക്കാണ് കേട്ടോ, ഭയങ്കര തിരക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്തെ ആൾക്കാരൊക്കെ ക്യൂ നിൽക്കുമായിരുന്നു. അതിപ്പം ഞങ്ങൾ കഴിച്ചു കഴിഞ്ഞിട്ട് ഞാൻ കാണിക്കാം കേട്ടോ. ഞങ്ങളെന്തോ ഭാഗ്യത്തിന് ഒരു 12 o'clock ആയപ്പോഴേക്കും അവിടെ എത്തി. ഇത് വെള്ളമല്ല കേട്ടോ, ഇത് റെസ്റ്റോറൻറ്റ്സിലൊന്നും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു സംഭാരമാണ് കേട്ടോ. ഞങ്ങൾ നാട്ടിൽ പോയ സമയത്ത് നല്ല ചൂടായിരുന്നില്ലേ, മഴയുണ്ട് എന്നാലും ഭയങ്കര ചൂടായിരുന്നു. അപ്പോൾ സംഭാരം ഭയങ്കര ഒരാശ്വാസമാണ് കേട്ടോ. ഫുഡ് കിട്ടുന്നവരേക്ക് നമുക്കൊരു സമാധാനം ഫീൽ ചെയ്യും. ഞങ്ങൾ മീൽസാണ് കേട്ടോ ഓർഡർ ചെയ്തത്, നാടൻ ഉച്ചഭക്ഷണം. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഫിഷ് ഫ്രൈ ഓർഡർ ചെയ്തു കേട്ടോ. ആവോലി ഫ്രൈയും പിന്നെ കല്ലുമ്മക്ക റോസ്റ്റും ആണ് കേട്ടോ ഓർഡർ ചെയ്തത്. ഫിഷ് കറിയും പിന്നെ സാമ്പാറും വരുന്നുണ്ട് കേട്ടോ. മാമ്പഴ പുളിശ്ശേരി ഗൈസ്, എത്ര കാലമായി എന്ന് പറയാം ഞാൻ കഴിച്ചിട്ട്. അങ്ങനെ ഒരു വിഭവ സമൃദ്ധമായ ഒരു ഭക്ഷണമായിരുന്നു കേട്ടോ. എന്തൊരു ടേസ്റ്റ് ആയിരുന്നു എന്നറിയാം. അതുപോലെ അവർ ഹൈജീൻ എടുത്ത് പറയാതെ വയ്യ. ഇതാ ഞാൻ ആദ്യം പറഞ്ഞ കാര്യം, വൻ ക്യൂ ആണ് കേട്ടോ പുറത്തൊക്കെ. അങ്ങനെ അടിപൊളി ഒരു ഔട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞപ്പോൾ ഞങ്ങൾ തിരിച്ചെത്തി കേട്ടോ. പിന്നെ കുഞ്ഞുങ്ങളെ കൊണ്ട് പുറത്തൊക്കെ ഒന്ന് ഇറങ്ങി. വേറെ കുറച്ച് പ്ലാൻസ് കൂടി ഉണ്ടായിരുന്നു, ഒന്നും നടന്നില്ല കേട്ടോ. പതിവ് പോലെ തന്നെ ഈവനിങ് ഭയങ്കര മഴ, അപ്പോൾ പിന്നെ പുറത്തൊന്നും ഇറങ്ങാൻ പറ്റിയില്ല. ഇനി നെക്സ്റ്റ് വെക്കേഷന് വേണ്ടിയിട്ട് പെൻഡിങ് പ്ലാൻസും യാത്രകളും ഒക്കെ ഞാൻ മാറ്റി വെച്ചിരിക്കുകയാണ് കേട്ടോ. ഞാൻ ഇനി ഇവിടുന്ന് തിരിച്ചു പോയി കഴിഞ്ഞാൽ എനിക്ക് ഇവിടെയൊക്കെ മിസ് ചെയ്യും. ഇവിടെ ഇരുന്ന് ഈ തറവാട് കണ്ട് ഇവിടെ മഴ പെയ്യുന്നത് നോക്കിയൊക്കെ ഇരിക്കുന്ന, പിന്നെ ഞങ്ങളുടെ പാടം, തോട് എല്ലാം ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. ദൂരെയാണെങ്കിലും എൻ്റെ മനസ്സ് ഫുൾ ഇവിടെയാണ്. പക്ഷേ എന്തായാലും തിരിച്ചു പോയല്ലേ പറ്റുള്ളൂ അല്ലേ. അങ്ങനെ 16th രാവിലെ ഞങ്ങൾ ഇറങ്ങി തിരിച്ച് ബാംഗ്ലൂരിലേക്കുള്ള യാത്രയാണ്. ഞാൻ ഫസ്റ്റ് ടൈം ആണ് ഹൈവേ കൂടെ ഡ്രൈവ് ചെയ്യുന്നത്. ടെൻഷൻ ഉണ്ട്. നല്ല സ്മൂത്ത്ലി താങ്ക് യു അനുകുട്ട. ഞാൻ വലിയ സ്പീഡിലൊന്നും അല്ല കേട്ടോ ഡ്രൈവ് ചെയ്യുന്നത്, എനിക്ക് പേടിയാണ് അത്രയും സ്പീഡ്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഫസ്റ്റ് ടൈമാണ് ഹൈവേയിൽ. പക്ഷെ എനിക്ക് ഹൈവേയിൽ ഡ്രൈവ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമായി കേട്ടോ. കാരണം ഒന്നാമത് ഹമ്പില്ല, ഇടയ്ക്കിടയ്ക്ക് ഗിയർ ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്കങ്ങനെ സ്മൂത്തായിട്ട് പോവാം. എൻ്റെ ഡ്രൈവിംഗ് നന്നായിട്ടുണ്ടെന്ന് കേട്ടോ പിള്ളേരൊക്കെ പറഞ്ഞത്. എനിക്ക് ഭയങ്കര സന്തോഷമായി. നാട്ടിലേക്കുള്ള യാത്രയിൽ ആ ഫോറസ്റ്റ് വഴി ഒന്ന് ഡ്രൈവ് ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ പേടിയായിരുന്നു, ഇടയ്ക്ക് എങ്ങാനും ഒന്ന് സ്റ്റോപ്പ് ചെയ്യണം, ഒന്ന് ഇറങ്ങണം എന്നുണ്ടെങ്കിൽ, ഒന്ന് മാറി ഡ്രൈവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ, ഭയങ്കര പ്രശ്നമുള്ള ഏരിയ അല്ലേ. ഞാൻ കുറച്ച് ആബ്സെൻറ്റ് മൈൻഡഡ് ആയതുകൊണ്ട് തന്നെ ഡ്രൈവിങ് എനിക്ക് പറ്റിയ പണിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. എന്നാലും എനിക്ക് എങ്ങനെയെങ്കിലും ഇതൊന്ന് പേടിയൊക്കെ ഒന്ന് മാറ്റി കുറച്ചൊന്ന് ഡ്രൈവ് ചെയ്ത് പഠിച്ചു തുടങ്ങണം കേട്ടോ. കാരണം ഡ്രൈവിങ് അറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമ്മൾ ലൈഫിൽ പകുതി ഇൻഡിപെൻഡൻ്റ് ആയ പോലെയാണല്ലോ അല്ലേ. ഈ വീഡിയോ എനിക്ക് എടുത്തു തരുന്നത് ആദിക്കുട്ടിയാണ് കേട്ടോ. രണ്ടുപേരും അതെനിക്ക് ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യും കേട്ടോ. അനു കണ്ടില്ലേ, അനു ഡ്രൈവ് ചെയ്യുന്ന കാണുമ്പോൾ തന്നെ പറഞ്ഞു തുടങ്ങും, നല്ല സ്മൂത്ത് ആണല്ലോ അമ്മ ഡ്രൈവ് ചെയ്യുന്നത് എന്നൊക്കെ പറയും. ആ രണ്ടുപേരുമാണ് എൻ്റെ സപ്പോർട്ടിങ് പില്ലേഴ്സ്. വൺ ഓഫ് മൈ ബെസ്റ്റ് ഡിസിഷൻസ് ആണ് കേട്ടോ ഈ ഡ്രൈവിംഗ് പഠിക്കുക എന്നുള്ള എൻ്റെ പ്ലാൻ. രതീഷേട്ടൻ എന്നോട് പറയുന്നുണ്ട് മിനിമം ഒരു 100 kilometers എങ്കിലും ഓടിച്ചാലേ എന്നെ ഡ്രൈവ് ചെയ്തു എന്ന് പറയാൻ പറ്റുമെന്ന്. അപ്പോൾ നെക്സ്റ്റ് ടൈം നമുക്ക് എന്താണെങ്കിലും ഹൈവേയിൽ ഒരു 100 kilometers ഡ്രൈവ് ചെയ്യണം അല്ലേ. ഹലോ ഗൈസ്, എങ്ങനെയുണ്ടായിരുന്നു നമ്മൾ ഡ്രൈവ് ചെയ്തിട്ട്? ഇഷ്ടപ്പെട്ടോ? എങ്ങനെയുണ്ടായിരുന്നു കുഞ്ഞുമണി? ഇഷ്ടപ്പെട്ടോ? അമ്മ സ്മൂത്ത് ആയിട്ട് ഡ്രൈവ് ചെയ്തു. രതീശ്വരൻ ഭയങ്കര ഫാസ്റ്റ് ആൻഡ് റഫ് ഡ്രൈവിന്റെ ആളാണ് കേട്ടോ. എന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. അപ്പൊ പുള്ളിയുടെ അഭിപ്രായം കൂടി ഒന്ന് ചോദിച്ചു നോക്കാം. എങ്ങനെയുണ്ടായിരുന്നു ഡ്രൈവിംഗ്? ഭാവിയുണ്ടോ? ഭാവിയിൽ എനിക്ക് താങ്കളെ സഹായിക്കാൻ കഴിയുമോ ഡ്രൈവിംഗ്? ഫസ്റ്റ് ടൈം ആട്ടോ ഞാൻ ഹൈവേ കൂടെ ഡ്രൈവ് ചെയ്യുന്നത്. എനിക്കിതുവരെ ധൈര്യം ഉണ്ടായിരുന്നില്ല. ഇതിപ്പം സേലം റൂട്ട് ആയതുകൊണ്ടോ ഞാൻ ഡ്രൈവ് ചെയ്തത്, അല്ലെങ്കിൽ എനിക്ക് പേടില്ല. നിറച്ച് ഹമ്പൊക്കെ വരും. ആ മൈസൂർ ഗൂഡല്ലൂർ റൂട്ടിൽ വരുമ്പോൾ നല്ല ഇടയ്ക്കിടയ്ക്ക് ഹമ്പൊക്കെ വരും. അപ്പോൾ ഗിയർ എപ്പോഴും ചേഞ്ച് ചെയ്യണ്ടേ, എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇതെനിക്കിഷ്ടമാണ് കേട്ടോ. എന്തായാലും നന്നായി കുറച്ച് ദൂരമൊക്കെ ഡ്രൈവ് ചെയ്തു കേട്ടോ. അപ്പോൾ അടുത്ത വ്ളോഗുമായിട്ട് വീണ്ടും കാണാം. ബൈ.